വളരെ വേദനാജനകമാണ്. ഒരു പ്രതിഫലം നോക്കാതെ പാവപ്പെട്ടവർക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി രാപകലില്ലാതെ പ്രവർത്തിക്കുന്ന എൻ്റെ പെങ്ങൾ സിസ്റ്റർ, ഈ 2 സിസ്റ്റേഴ്സും അവർക്ക് ഈ ഗതി വന്നതിൽ വളരെ വേദനയുണ്ട്. മതപരിവർത്തന ആരോപണം നിലനിൽക്കില്ലെന്ന് വ്യക്തമായപ്പോൾ മനുഷ്യക്കടത്ത് ചുമത്തിയാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണയാണ് നടന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകൾക്ക് നീതി വേണം, സിസ്റ്റർ പ്രീതിയുടെ സഹോദരങ്ങൾ ആവശ്യപ്പെട്ടു. ഇവർക്ക് ക്ലിനിക് ഉണ്ട്, അപ്പോൾ അവിടെ കുട്ടികളെ ഇങ്ങനെ നിർത്താറുണ്ട്. ഇവർ സ്വാഭാവികമായിട്ടും കൊണ്ടുവരാറുണ്ട് ഇവരുടെ സഹായത്തിനും അവരുടെ ഒരു ഹെൽപ്പിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ഏജൻറ് ഉണ്ട് അതിന്. അങ്ങനെ കുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം, നിൽക്കാൻ വേണ്ടി കുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇത് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മന്ത്രിമാരായ പി രാജീവും റോഷി അഗസ്റ്റിനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സിസ്റ്റർ പ്രീതിയുടെ അങ്കമാലി എളവൂരിലെ വീട്ടിലേക്കെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു. ശക്തമായി തന്നെയുള്ള പ്രതിഷേധം ഒരു വശത്ത് ഉയരുക, അതോടൊപ്പം തന്നെ നിയമപരമായി നമുക്ക് സാധ്യമാകുന്ന എല്ലാ വഴികളും തേടാനാണ് ശ്രമിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയിരുന്നു. മതിയായ രേഖകളോടുകൂടി പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് ഇവരോടൊപ്പം ഉള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ടും അറസ്റ്റ് വിധിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയോട് തന്നെ മൗലികമായിട്ടുള്ള നമ്മുടെ അവകാശത്തിനുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കാണേണ്ടി വരും. കുടുംബം ആശങ്കയിലാണെന്നും ക്രിസ്മസ് കാലത്ത് കേക്കുമായി വരുന്നവരെ തിരിച്ചറിയണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെ ഇവിടെ വരികയാണ്. രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്ന് കണ്ണൂർ സ്വദേശിനിയായ സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ജിൻസ് പറഞ്ഞു. ബജറംഗിൻ്റെ അവർ അവിടെ ചെയ്തതും ഇപ്പം ഇവിടെ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴും അവർ കേസ് കൂടുതൽ സ്ട്രോങ് ആക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ ഒരു മനുഷ്യക്കടത്തെന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണുള്ളതെന്നാണ് പറഞ്ഞത്. സിസ്റ്റർ പ്രീതി മേരിയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനെത്തിയ CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രാർത്ഥനയിലും പങ്കുചേർന്നു. കേസിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് CBCI നേതൃത്വം. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനെതിരെ മറ്റ് സഭാ നേതൃത്വങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.